6343 Amrita Express from Thiruvananthapuram to Madurai via Kottayam, Palakkad. 671 Madurai Bangalore Cantonment Vande Bharat Express via Dindigul Junction, Tiruchirappalli, Karur. സാർ അരവിന്ദ് പോകുമോ? അരവിന്ദ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മുടെ മധുരയിലുള്ള അരവിന്ദ് കണ്ണാശുപത്രി പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം എല്ലാ 3 മാസത്തിലൊരിക്കൽ എനിക്ക് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു വീഡിയോ, എങ്ങനെ ചെലവ് ചുരുക്കി നമുക്ക് അരവിന്ദിൽ പോയിട്ട് വരാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 8:15 നമ്മളെ പുനലൂരിൽ നിന്നും മധുരയ്ക്ക് ഒരു ട്രെയിനുണ്ട്. അത് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 8:15 എത്തുന്നത്. എല്ലാ ദിവസവും പുനലൂരിൽ നിന്നും 5:15 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് 8:15 എത്തുകയും മധുരയിൽ വെളുപ്പിന് 3:30 എത്തിച്ചേരുകയും ചെയ്യുന്ന ട്രെയിനാണ് ഈ 16730 പുനലൂർ മധുര എക്സ്പ്രസ്. അപ്പോൾ ഈ സമയത്ത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ വേറൊരു ട്രെയിനും കൂടി ഉണ്ട്, മധുരയ്ക്ക് പോകുന്ന അമൃത എക്സ്പ്രസ്. അത് പാലക്കാട് ചുറ്റി പോകുന്നതാണ്. അത് രാവിലെ 10:30 മധുരയിലെത്തുക. പാലക്കാട് പളനി വഴി വരുന്ന ട്രെയിനാണ്. അപ്പോൾ അതിൽ കയറരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. മധുര ടിക്കറ്റ് എടുത്തിട്ട് ആ ട്രെയിനിൽ കയറി ഞാൻ തിരിച്ചിറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഒരിക്കലും അമൃത എക്സ്പ്രസ്സിൽ കയറരുത്. അപ്പം നമ്മുടെ ട്രെയിൻ ഇതാണ്, എത്തിക്കഴിഞ്ഞു. പുനലൂരിൽ നിന്ന് വരുന്ന പുനലൂർ മധുര എക്സ്പ്രസ്. ഇത് വെളുപ്പിന് 3:30 എത്തും. പക്ഷേ മറ്റേ ട്രെയിൻ പാലക്കാട് വഴി പോകുന്നത് രാവിലെ 10:30 എത്തിച്ചേരത്തുള്ളൂ. അപ്പോൾ ഈ ട്രെയിനാണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പം 110 രൂപയാണ് ടിക്കറ്റ് നിരക്ക് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് മധുര വരെ പോകുന്നതിന് വെറും ജനറൽ കമ്പാർട്ട്മെന്റിൽ 110 രൂപയാണ്. ബുക്ക് ചെയ്ത് പോകുന്നതിന് എനിക്ക് തോന്നുന്നു 100 രൂപയുടെ വ്യത്യാസം വരത്തുള്ളൂ. 100 രൂപയും കൂടി കൂടും, അത്രേ ഉള്ളൂ. ഈ ട്രെയിൻ തന്നെ നമുക്കിപ്പോൾ കൊല്ലത്ത് 6:25 എത്തും കേട്ടോ. അതായത് 5:15 നമ്മളെ പുനലൂരിൽ നിന്നും തിരിക്കുന്ന വണ്ടി കൊല്ലത്ത് 6:25 എത്തും. അതേപോലെ തന്നെ വർക്കലയിൽ 7 മണിക്ക് എത്തിച്ചേരും. 7 മണിയാകുമ്പോൾ വർക്കലയിലെത്തും. അത് കഴിഞ്ഞാണ് 8:15 നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഈ ട്രെയിൻ പണ്ട് നമ്മളെ നാഗർകോവിൽ ജംഗ്ഷനിലെത്തി എഞ്ചിനൊക്കെ മാറ്റി വളരെ ലേറ്റായാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ നാഗർകോവിൽ ടൗണിൽ നിന്ന് തിരിഞ്ഞ് നേരെ തിരുനെൽവേലി മധുരയ്ക്ക് പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കുറച്ച് സമയം ലാഭമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നാഗർകോവിൽ ജംഗ്ഷനിൽ ഒത്തിരി സമയം ലേറ്റാവും. ഇപ്പം ലേറ്റാവുന്നത് തിരുനെൽവേലി ജംഗ്ഷനിലാണ്. അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അല്ലാതെ വലിയ താമസമൊന്നുമില്ല. കറക്റ്റ് വെളുപ്പിന് 3:30 എത്തും. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ചില ദിവസം തിരക്ക് കാണും. ഞാൻ ഇന്ന് ഭാഗ്യം കൊണ്ട് ബസ്സിൽ തിരക്കൊന്നുമില്ല. മധുരയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മധുര ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ വന്നാൽ നമുക്കിപ്പം ആണുങ്ങൾ മാത്രമൊക്കെ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്ത്രീകളും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം അവർക്ക് പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്യാവുന്ന വെയിറ്റിംഗ് റൂമും വിശ്രമ സ്ഥലവും അല്ലാത്ത വിശ്രമ സ്ഥലവും ഉണ്ട് ഇതിനകത്ത്. അത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. മധുര ജംഗ്ഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൂറിൽ ഒരാൾക്ക് 20 രൂപ കൊടുത്തിട്ട് നല്ല അടിപൊളി AC റൂം കിട്ടും കേട്ടോ. അവിടെ തന്നെ ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം, അതായത് ഇത്തിരി ഒരു 5:30-6 മണിയിൽ നമുക്ക് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയും പിന്നീട് അവിടുത്തെ ബാത്റൂമിൽ പോയി ഫ്രഷായി തിരിച്ചിറങ്ങാനും സാധിക്കും. ആധാർ കാർഡ് കൊടുക്കണം, അത് മസ്റ്റാണ് അവിടെ കേട്ടോ. നമ്മളെ വന്ന ട്രെയിൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിന് കുറച്ച് സമയം ഇവിടെ ഇട്ടിരിക്കും. കാരണം പലരും ഇതിൽ നിന്ന് നീറ്റിട്ടില്ല, ഉറങ്ങി കിടക്കുകയാണ്. 1ാമത്തെ പ്ലാറ്റ്ഫോമാണ് കാണും. നമുക്ക് അവിടെ പോകണം. ഒന്ന് ഫ്രഷ് ആവണമെങ്കിൽ അവിടെ പോവേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റൊരു കാഴ്ചയും കൂടി എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വെളുപ്പിന് 5 മണിക്ക് പോകുന്ന ബാംഗ്ലൂർ, നമ്മളെ മധുരയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനും കൂടി എനിക്ക് കാണാൻ പറ്റി. അടിപൊളിയായിട്ട് അതിൻ്റെ അടുത്ത് പോയി സെൽഫി എടുത്തു ഒക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതും കാണാൻ പറ്റി. നമ്മളെ അവിടുത്തെ പോലെ അടിപൊളി ലുക്കുള്ള ഒരു ട്രെയിനാണ് വന്ദേ ഭാരത്. കാണാനും അതിൻ്റെ ആഹ്ലാദം എല്ലാം സെറ്റപ്പാണ് കേട്ടോ.
Park Road, Kovilpatti is expected to arrive at 4 hours on platform number. ഇവിടുത്തെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം ഒന്നാമത്തെ ട്രെയിൻ ഇറങ്ങിയ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ വെയിറ്റ് ചെയ്തു. നമുക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയാൽ മാത്രമേ ഫ്രഷ് ആവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇരുന്ന സമയത്ത് ഭയങ്കര കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് കേട്ടോ. നമുക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ മധുരയ്ക്ക് വരുന്നവർ ഒരു ചെറിയ പുതപ്പോ ബെഡ്ഷീറ്റോ കരുതുക. കാരണം തണുപ്പുണ്ട്, രാവിലെയാണ്. അപ്പം ഒരു ചെറിയൊരു പുതപ്പോ ബെഡ്ഷീറ്റോ ഒക്കെ കരുതുന്നത് നല്ലതാണ്. ട്രെയിനിലായാലും നമുക്കത് ഉപയോഗപ്പെടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിനി ബാത്റൂം കണ്ടുപിടിക്കണം. കാരണം ഇവിടെ എന്തൊക്കെ മെയിൻ്റനൻസ് പണി നടക്കുന്നുണ്ട്. ഇതിന് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാ തകര ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ വഴികളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെ വെയിറ്റിംഗ് റൂം നോക്കിയാണ്. ഇതാ ഇവിടെയാണ് കേട്ടോ വെയിറ്റിംഗ് റൂം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുമിച്ച് വെയിറ്റ് ചെയ്യാവുന്ന സ്ഥലമാണ്. പൈസ നൽകേണ്ടതില്ല, ഫ്രീ ആണ് ഇവിടെ. ബാത്റൂം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായതിനു ശേഷം നമുക്ക് ആശുപത്രിക്ക് പോകാനുള്ള സമയമുണ്ട്. ഇനി പൈസ കൊടുത്ത് നമുക്ക് വെയിറ്റിംഗ് ചെയ്യാവുന്ന AC റൂമുണ്ട് കേട്ടോ. ഇത് ഫ്രീ വെയിറ്റിംഗ് റൂമാണ്. ഇവിടെ പൈസ കൊടുക്കേണ്ട. നല്ല ഒരുവിധം വൃത്തിയുണ്ട്. ആൾക്കാർ തറയിലേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ അധികം പ്രശ്നമില്ല. നമുക്ക് ഇവിടെ തന്നെ ഒരു 1-2 മണിക്കൂർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ മറ്റേ പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന റൂം കണ്ടുപിടിക്കണം. അതും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും ഉപയോഗപ്പെട്ടാലോ. ഇതിവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ 20 രൂപയുടെ വെയിറ്റിംഗ് റൂമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കതിപ്പോൾ എന്തായാലും അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ. RS 1 മണിക്കൂറാണ്. ഒരു മണിക്കൂറത്തേക്ക് 20 രൂപയാണ്. അപ്പം നമുക്കത് എവിടെയാണെന്നും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെയാണ് കേട്ടോ 20 രൂപ കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യുന്ന റൂം ഇവിടെയാണ്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പം സ്ത്രീകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇപ്പം പുറത്ത് വെയിറ്റ് ചെയ്യാൻ ഒരു മടി കാണും ഇത്രയും ഓപ്പണായിട്ട്. അപ്പോൾ ഇതേപോലെ സേഫ് ആയ റൂമുണ്ട്. AC റൂമാണ്. ഇവിടെ നമ്മൾ 20 രൂപ കൊടുത്ത് ആധാർ കാർഡും കൂടി കൊടുക്കണം കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ട ആൾക്കാർ AC റൂമിൻ്റെ അകത്താണ്. AC ആണ് അതിൻ്റെ അകത്ത് കിടക്കാൻ. അതിൻ്റെ അകത്തിന് ചായ കുടിക്കാനൊക്കെ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഈ റൂം വേണമെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പം സ്ത്രീകൾ മാത്രമാണ് വരുന്നതെങ്കിലും പേടിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്കും ലേഡീസ് വെയിറ്റിംഗ് ഹാളുണ്ട്. അതും തികച്ച് ഫ്രീ ആണ്. പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാ കണ്ടില്ലേ, ലേഡീസ് വെയിറ്റിംഗ് ഹാളുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലേഡീസ് മാത്രമാണെങ്കിലും വെയിറ്റ് ചെയ്യുകയും അതിൻ്റെ അകത്ത് തന്നെ ബാത്റൂം സൗകര്യങ്ങൾ കുടിച്ച് ഫ്രഷായി നമുക്ക് ഒരു 5-6 മണിയോട് കൂടി നമുക്ക് പുറത്തിറങ്ങിയാൽ മതിയാവും. കാരണം 3:30 ട്രെയിൻ എത്തുന്നില്ല. അപ്പോൾ ഇത്രയും രാവിലെ നമ്മൾ ആശുപത്രി പോയിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. പുറത്തേക്കുള്ള വഴിയൊക്കെ ഇവർ മാറ്റിയിരിക്കുകയാണ്. മെയിൻ എൻട്രൻസുകൾ ക്ലോസ് ചെയ്തിട്ട് സൈഡിൽ കൂടിയൊക്കെയാണ് ഇപ്പം വഴിയും ടിക്കറ്റ് കൗണ്ടറും പ്രത്യേക ഔട്ട് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു 5:30 ആയപ്പോൾ ഞാൻ പുറത്തിറങ്ങി. 5:30 പുറത്തിറങ്ങിയിട്ട് അപ്പം ഓട്ടോറിക്ഷയൊന്നും വിളിച്ച് പോവേണ്ട കാര്യമില്ല. ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അരവിന്ദിലോട്ട് പോകാനായിട്ട് നമുക്ക് ബസ്, തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ പിടിച്ച് 10-250 രൂപ കളയേണ്ട കാര്യമില്ല. സാർ അരവിന്ദ് പോകുമോ? അരവിന്ദ്. അപ്പോൾ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. അരവിന്ദിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് 15 രൂപ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതിനു മുമ്പ് വരുമ്പോൾ എനിക്ക് 13 രൂപ ആയിട്ടുണ്ട്. 13 രൂപയുള്ള ബസ്സുള്ള ചാർജുണ്ട്. 10 രൂപ വാങ്ങിക്കുന്ന, അങ്ങനെ 2-3 ഐറ്റം ഓരോ നമ്മുടെ നാട്ടിലുള്ള പോലെ ഫാസ്റ്റ്, ലിമിറ്റഡ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ 3 ഐറ്റം ബസ്സാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. ഇപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് അരവിന്ദിൽ ഇറങ്ങാനായിട്ട് 15 രൂപ ടിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ മധുരയിലെ പ്രഭാത കാഴ്ചകൾ കണ്ട് അങ്ങനെ ബസ്സിൽ യാത്ര തുടരുക. ഇന്ന് മൊത്തത്തിൽ തിരക്ക് കുറവായിരുന്നു. സാധാരണ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. ഇന്ന് ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. ഞാൻ വന്ന ട്രെയിനിലും തിരക്കില്ല, ബസ്സിലും തിരക്കില്ല. ഇവിടെ ഞാനൊരു ബസ്സിൽ കയറിയപ്പോൾ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ബസ്സിൽ നമ്മൾ ഈ അടുത്ത് നിർത്താവുന്ന സ്ഥലം മുൻകൂട്ടി യാത്രക്കാരെ അറിയിച്ചിട്ട് ആ യാത്രയ്ക്ക് ഇറങ്ങാനായി തയ്യാറാവുക എന്നൊരു അനൗൺസ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലും കൂടി വന്നെങ്കിൽ ഉപകാരപ്പെട്ടനെ. നല്ലൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അടുത്ത
നിമിത്തം അരവിന്ദ് ആസ്പത്രി കേട്ടില്ലേ, അടുത്ത് നിർത്തുന്നത് അരവിന്ദ് ആശുപത്രിയിലാണ്, ആ സ്റ്റോപ്പിലാണെന്നാണ് അനൗൺസ്മെന്റ്. അങ്ങനെ ബസ് അരവിന്ദ് ആശുപത്രിയിലെത്തി നമ്മൾ ഇറങ്ങിയാണ്. ഇവിടെ ഇറങ്ങുമ്പോഴത്തേന് ഏകദേശം ഒരു 5:30 ആവത്തേ ഉള്ളൂ കേട്ടോ. പക്ഷേ ആശുപത്രിയുടെ ഗേറ്റിന് വെളിയിൽ നല്ല തിരക്കാണ്. ഇവിടെ അവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അരവിന്ദ് ആശുപത്രിയിലെ കാർ പാർക്കിംഗ് ഏരിയ ആശുപത്രിയുടെ ഇടത് വശത്തുള്ള റോഡിലാണ്. അപ്പോൾ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ നല്ല ഇരുട്ടാണ്, എന്നാൽ പോലും എല്ലാ വെളിയിൽ നല്ല തിരക്കാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന ആ 3:30 വന്ന ആ ട്രെയിനിൽ വന്നവർ നേരെ ഓട്ടോ വിളിച്ചിങ്ങ് വന്ന് ഇവിടെ അങ്ങനെ 3:30 മണി 4 മണിക്ക് ഇവിടെ വന്ന് കാത്തിയിട്ട് കിടക്കുന്നവരാണ് കേട്ടോ. ഇതിനൊന്നും ഒരു ആവശ്യമില്ല. കാരണം 6 മണിക്ക് ഗേറ്റ് തുറക്കത്തുള്ളൂ. തുറന്നാലും അകത്ത് പിന്നെയും ക്യൂ നിന്ന് 7 മണി വരെ ക്യൂ നിൽക്കണം. എന്നിട്ടോ ഒരു 8-8:30 നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ക്യൂവോ തിരക്കോ ഒന്നുമില്ല. എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാവുന്നതേ ഉള്ളൂ. ഈ രാവിലെ ഉള്ള ആ ഒരു 7-7:30 വരെയുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഓപ്പൺ ടിക്കറ്റ് എടുക്കാനും ഡോക്ടറെ കാണാനും ഒക്കെ ഉള്ള തിരക്കാണ്. അത് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ഈ ട്രെയിനിലും ബസ്സിൽ വരുന്നവർ റൂമൊന്നും എടുക്കാൻ മടിച്ചിട്ട് നേരെ ഓട്ടോ വിളിച്ച് വന്ന് കിടക്കുന്നതാണ് ഈ പ്രശ്നം. അല്ലാതെ ഞാൻ ഒത്തിരി 2-3 വർഷം കൊണ്ട് ഞാൻ വരികയാണ്. ഞാൻ നോക്കിയിട്ട് ഇത്രയും വെളുപ്പിന് വന്ന് കാത്തു കെട്ടി കിടക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു 7:30-8 മണിക്ക് വന്നാലും ഒരു തിരക്കുമില്ല, ഒരു ക്യൂ ഇല്ല. നേരെ ഓപ്പി ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ OP അപ്ഡേറ്റ് ചെയ്ത് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യൂ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. 6 മണിക്ക് ഗേറ്റ് തുറന്നാലും പിന്നെ 1 മണിക്കൂർ നമ്മൾ അവരെ ആശുപത്രിക്ക് അകത്ത് കയറ്റി വിടത്തില്ല. 1 മണിക്കൂർ നമ്മൾ മുറ്റത്ത് വെയിറ്റ് ചെയ്യണം. ആ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് 7 മണിക്കാണ് ആശുപത്രിക്ക് ഉള്ളിലോട്ട് കയറ്റി വിടുക. എനിക്ക് 200ാമത്തെ നമ്പറിലാണ് കാണിക്കേണ്ടത്. 100 രൂപ കൊടുത്ത് OP ടിക്കറ്റ് പുതുക്കി. OP ടിക്കറ്റ് പുതുക്കിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം ഇവിടെ B ബ്ലോക്ക്, അതായത് നമ്മൾ ഈ OP ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അരവിന്ദിൻ്റെ വേറൊരു ബ്ലോക്കുണ്ട്. B ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ആ B ബ്ലോക്കിൻ്റെ അകത്ത് ഒരു ക്യാൻറ്റീനുണ്ട്. അവിടെയാണ് ഞാൻ സ്ഥിരം ഇവിടെ വന്നാൽ കഴിക്കുന്നത്. വേറെ ഒരു ഹോട്ടലിലും ഞാൻ പോയി കഴിക്കത്തില്ല. കാരണം ആഹാരവും അത്ര നല്ലതല്ല, നമ്മളെ ക്യാഷും കൂടുതലാണ്, വയറും ചീത്തയാവും. അപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡാണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഈ ബ്ലോക്കിലാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ചെന്ന് കയറുമ്പം തന്നെ ഇടത് സൈഡിൽ ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനും പിന്നെ ഒരു ATMും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇഡ്ഡലി ഉണ്ടോ? ഒരു 4 ഇഡ്ഡലി ഒരു ചായ. അപ്പം 4 ഇഡ്ഡലി ഒരു ചായ കുടിച്ചപ്പോൾ 56 രൂപയാണ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ഇഡ്ഡലി നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിന് കഴിച്ചിട്ടുള്ളതാണ്. സാധാരണ ഇവിടുന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിനെ ബില്ല് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് നമ്മളെ ഇരിക്കുന്ന മേശയിലരികെ കൊണ്ടുവരും. പക്ഷെ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെന്ന് മേടിച്ച് കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. രാവിലെ ആയതുകൊണ്ടാണ്. ഒരു 8-8:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നല്ല സൂപ്പർ ഇഡ്ഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ച് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് നമ്മൾ കഴിക്കണം. ചായ അതേപോലെ ചായ നമ്മൾ പോയി വാങ്ങിക്കണം കേട്ടോ. ചായയും കോഫിയും കിട്ടും, വിത്തൗട്ടും കിട്ടും. അത് നമ്മൾ അവിടെ ചെന്ന് ഈ ബില്ല് കൊടുത്തിട്ട് വിത്തൗട്ടാണെങ്കിൽ അത് പറയണം. കൊഞ്ചം പോകും. അങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് A ബ്ലോക്കിലോട്ട് പോയി. കാരണം എനിക്കിനി 201 കാണിക്കേണ്ടത്. 201 സ്കാൻ ചെയ്ത് ഡോക്ടറിനെ കാണിക്കണം. എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2:30 മണിയായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 1:30 ആയപ്പോൾ പോയി ഊണ് കഴിച്ചായിരുന്നു അതേ ഹോട്ടലിൽ. കാരണം അവർ തന്നെ പറഞ്ഞു ലേറ്റാവും, പോയി ഊണ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ അതേ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 2:30 മണിയായി. ഈ ആശുപത്രിയുടെ പല ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹമായിരിക്കാം ഈ ആശുപത്രി സ്ഥാപിച്ചതോ അല്ലെങ്കിൽ
സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി ആയിരിക്കാം. പക്ഷെ വളരെ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ എനിക്ക് ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. സമയം 1:30 ആയി. അതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് കരുതി. അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ ക്യാൻറ്റീനാണ്, അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിലും ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷെ ഞാൻ ഭക്ഷണമൊക്കെ ഫുഡും ചായ ആയാലും അപ്പുറത്തെ ക്യാൻറ്റീനിലാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഊണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഊണുണ്ടല്ലോ, ഇവർ സാപ്പാടെന്നാണ് പറയുന്നത്, അതിന് 60 രൂപയാണ്. അപ്പോൾ ഇവിടുത്തെ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ഒരു അരി എന്ന് പറയുന്നത് ചെറിയ പച്ചിരി പോലത്തെയൊക്കെയാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെടില്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ 60 രൂപയാണ്. നമ്മൾ രണ്ടാമത് ചോറ് വാങ്ങിക്കുകയാണെങ്കിൽ 20 രൂപയും കൂടി കൊടുക്കേണ്ടി വരും. എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി വരേണ്ടത് മാർച്ച് മാസം 30-ാം തീയതിയാണ്. എനിക്ക് തിരിച്ചു പോകാനായിട്ട് നമുക്ക് 6:25 ഒരു ട്രെയിനുണ്ട്, ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. ചെന്നൈയിൽ നിന്നാണ് വരുന്നതാണ്. തമ്പാനൂർ വഴി പോകുന്ന, തിരുവനന്തപുരം വഴി ടച്ച് ചെയ്ത് പോകുന്ന ട്രെയിനാണ്. പക്ഷെ അത് തിരുവനന്തപുരം സെൻട്രൽ തമ്പാനൂരിൽ എത്തുമ്പോഴത്തേന് ഏകദേശം രാത്രി 12:30-1 മണിയാവും. അപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാൻ ബസ് കിട്ടത്തില്ല, 2 വീലറോ അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നത് എന്ന് ഇവിടെ വന്നാലും രാത്രി 11:30 തിരിച്ച് മധുര പുനലൂർ എക്സ്പ്രസ് ഉണ്ട് കേട്ടോ. അത് ആ ട്രെയിനാണ് ഞാൻ ഉദ്ദേശിച്ച് പോകുന്നത്. അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. രാവിലെ 6:30 ആകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തും. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, കയറി കിടന്ന് ചാരി ഇരുന്നോ അല്ലെങ്കിൽ ഇരിക്കാൻ സീറ്റ് കിട്ടും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് അതുവരെ ഞാൻ ഈ മധുര ടൗണൊക്കെ ചുറ്റിക്കറങ്ങി സമയം അങ്ങനെ ഒരു 8 മണി വരെ അങ്ങനെ നമ്മൾ ഒത്തിരി കാണാനുണ്ടല്ലോ. മധുര മീനാക്ഷി ടെമ്പിളിൽ ഞാൻ വന്നു. അപ്പം ക്ഷേത്രത്തിനകത്ത് കയറിയില്ല. പിന്നെ ആ റോഡിൽ തന്നെ നമ്മളെ പോത്തീസിനെ കണ്ടു. പോത്തീസാണ് നമ്മുടെ ഇവിടെ ആ ബിൽഡിംഗ്, ഈ അമ്പലം ചുറ്റിയാണ് നമ്മുടെ ഈ മധുര നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം പിന്നെ 4 സൈഡ് ചുറ്റി കറങ്ങാൻ തന്നെ ഒരുപാടുണ്ട്. പിന്നെ പെരിയാർ ബസ് സ്റ്റാൻഡിൽ പോയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം കേട്ടോ. അപ്പം പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു പയ്യനെ കണ്ട്, ചെരുപ്പിടാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്. അവൻ്റെ അച്ഛനാണോ ആരാണെന്ന് അറിയത്തില്ല. വലിയൊരു സംഭവം, ലഗേജൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയാണ് അത് എടുത്തുകൊണ്ട് പോയും ബസ്സിൽ കൊണ്ട് കയറ്റുന്നത്. അതൊക്കെ ഞാൻ നോക്കി നിന്നു. രാത്രി 11:30 വരെ നമുക്ക് 11:20 ട്രെയിന്. അപ്പം നമുക്ക് അതുവരെ സമയമുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു ബോറടി വരും, കാരണം 11:30 വരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പം ഞാൻ ചില ദിവസം അമ്പലത്തിൽ കയറാറുണ്ട്. അപ്പം പിന്നെ നല്ല സമയം പോകും കേട്ടോ. 4:30 നട ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അത് ഇറങ്ങുമ്പോൾ തന്നെ 7-8 മണി വരെ പോകും. അപ്പോൾ അങ്ങനെ സമയം പോകാം. പിന്നെ ഒരുപാട് ഈ അമ്പലം ചുറ്റി തന്നെയാണ് മധുര നഗരം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കണ്ട് സമയം പോകാനായിട്ട് നമുക്ക് വേറെ ഒരു മാർഗം വേണ്ട. ഈ ചുമ്മാ ചുറ്റി കറങ്ങാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനൊരു 8 മണിയോട് കൂടി ഞാനൊരു 3 ചപ്പാത്തിയും ഒരു ചായയും കുടിച്ച് 80 രൂപയാണ്. അത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റ് എടുത്തു. 8:30-9 മണിയായപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. നമ്മളെ ട്രെയിന് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അവർ നേരത്തെ അവിടെ ട്രെയിൻ കൊണ്ട് ഇട്ടിരിക്കും, നമുക്ക് കയറിയിരിക്കാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ട്രെയിനിൻ്റെ അകത്ത് ലൈറ്റോ ഫാനോ ഇല്ല. ലൈറ്റ് ഓൺ ആക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് കയറിയിരിക്കുന്ന ബുദ്ധിമുട്ട്, കൊതുകിൻ്റെ ശല്യം, ചൂടിൻ്റെ ശല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു 10:30-10:45 ആകുമ്പോഴാണ് ട്രെയിൻ അകത്ത് കയറും ആൾക്കാർ. അതിനുശേഷമേ ലൈറ്റ് എടുത്തുള്ളൂ. ഈ ട്രെയിനിന് നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടും, കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടും. വെളുപ്പിന് 6:20 ആകുമ്പം തമ്പാനൂർ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഒരു തുള്ളിമരുന്ന് ഒഴിക്കാനായിട്ട് എഴുതി തന്നായിരുന്നു, വാങ്ങിക്കാനായിട്ട്. ഞാൻ പക്ഷെ അവിടെ നിന്ന് വാങ്ങിച്ചില്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നാട്ടിൽ വന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് എനിക്ക് അധികം ക്യാഷൊന്നും ചിലവായിട്ടില്ല. എനിക്ക് ആകെ കൂടി ട്രെയിൻ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 220 രൂപ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 56 രൂപ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് 60 രൂപ, ഇടയ്ക്ക് ഞാൻ ഒരു ചായ കുടിച്ചു 15 രൂപ, OP ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തതിന് 100 രൂപ, പിന്നെ നമ്മുടെ ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 30 രൂപ, പിന്നെ രാത്രി ഭക്ഷണം 80 രൂപ. ഇത്രയും രൂപയാണ് എനിക്കിന്ന് ചിലവായിട്ടുള്ളത്. അപ്പോൾ അധികം എമൗണ്ട് ആയിട്ടില്ല. സാധാരണ ആശുപത്രിയിലൊക്കെ സ്കാനിങ്ങിനൊക്കെ 750-1000 രൂപയൊക്കെ ആവും. വേറെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ പൈസ ആവും. അല്ലാതെ നോർമൽ ചെക്കപ്പിനാണെങ്കിൽ നമുക്ക്
ഇങ്ങനെ ഒരു 500 രൂപ കൊണ്ടും നമുക്ക് വരാവുന്നതാണ്. മധുരയിൽ വന്നിട്ട് പോകാവുന്നതേ ഉള്ളൂ. വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും തന്നെ ചിലവില്ല. ഇതേ രീതിയിൽ ചിലവ് ചുരുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.